ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് യൂട്യൂബിലെല്ലാം പെട്ടെന്ന് ഡാറ്റ എല്ലാം തീരുന്നതെല്ലാം ഒഴിവാക്കുന്നത്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ യൂട്യൂബ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡാറ്റ എല്ലാം പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഈ ഒരു പ്രശ്നം ഇത് എങ്ങനെയാണ് കുറച്ച് സെറ്റിങ്സ് എല്ലാം കൊടുത്ത് നമുക്ക് പരിഹരിക്കുക എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഹോം പേജ് എല്ലാം ലഭിക്കും. ഞാൻ ഇവിടെ ഈ ഒരു സെറ്റിങ്സ് എന്ന ഓപ്ഷനിലാണ് പോകുന്നത്. ഇവിടെ ഈ യൂട്യൂബ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു സെറ്റിങ്സിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇവിടെ ഈ സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായി ഇവിടെ ജനറൽ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ ജനറൽ എന്ന ഓപ്ഷനിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് എന്ന് പറയാം. നിങ്ങൾ ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ചില വീഡിയോസ്, അതായത് നിങ്ങളുടെ വീഡിയോസ് ഓട്ടോമാറ്റിക്കായി പ്ലേ ആകാറുണ്ട്. ഇങ്ങനെ പ്ലേ ആകുന്നത് ഇത് നമ്മുടെ ഡാറ്റ എല്ലാം ലോസ് ആകാൻ കാരണമാകും. ഇത്തരത്തിൽ ഈ ഒരു സെറ്റിംഗ് ഓൾവേസ് ഓൺ എന്ന് ഇവിടെ സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാം ഓട്ടോ പ്ലേ ആകുന്നത്. അതിനാൽ തന്നെ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം പ്ലേ ആയി തുടങ്ങും. അതായത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഈ വീഡിയോ എല്ലാം പ്ലേ ആയി തുടങ്ങും. അതിനാൽ തന്നെ നമുക്ക് ഇവിടെ ഈ ഓൾവേസ് ഓൺ എന്നത് മാറ്റി നിങ്ങൾക്ക് വൈഫൈ ഓൺലി എന്നാണ് കൊടുക്കുന്നതെങ്കിൽ വൈഫൈ എല്ലാം യൂസ് ചെയ്യുമ്പോൾ മാത്രമായി ഇത്തരത്തിൽ വീഡിയോസ് എല്ലാം ഓട്ടോമാറ്റിക്കായി പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്തരത്തിൽ ഇത് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ പ്ലേ ആകുന്നതൊന്നും വരില്ല. അതിനാൽ തന്നെ നമുക്ക് ഡാറ്റ എല്ലാം നല്ല രീതിയിൽ സേവ് ചെയ്യാനെല്ലാം സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ബാക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ സേവിംഗ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ ഡാറ്റ സേവിംഗ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഡാറ്റ സേവിംഗ് മോഡ്, റെഡ്യൂസ്ഡ് വീഡിയോ ക്വാളിറ്റി, റെഡ്യൂസ്ഡ് ഡൗൺലോഡ് ക്വാളിറ്റി, റെഡ്യൂസ്ഡ് സ്മാർട്ട് ഡൗൺലോഡ് ക്വാളിറ്റി, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് താഴെ വരുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ഹൈ വീഡിയോ ക്വാളിറ്റിയിലെല്ലാം ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ വീഡിയോക്കെല്ലാം, അതായത് നിങ്ങളുടെ വീഡിയോ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഡാറ്റയെല്ലാം നഷ്ടപ്പെടുന്നത്. അതിനാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഡാറ്റ സേവിംഗ് മോഡ് എന്നത് ഓപ്പൺ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഇത് എനേബിൾ ചെയ്യുക. ഇത്തരത്തിൽ ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റി എല്ലാം കുറച്ച് കുറഞ്ഞാലും നല്ല രീതിയിൽ നമുക്ക് ഡാറ്റ സേവ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബാറ്ററി എല്ലാം സേവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഡാറ്റ സേവിംഗ് മോഡ് നിങ്ങൾക്ക് ഓൺ ചെയ്ത് വയ്ക്കാം. ഇതിനുശേഷം ഇത് ബാക്ക് ചെയ്യുക. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഓട്ടോ പ്ലേ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഈ ഓട്ടോ പ്ലേ എന്താണ് എന്ന് നോക്കാം. ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്നത് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ എല്ലാം പ്ലേ ചെയ്യാൻ കൊടുത്തു, അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഒന്നും ആവശ്യമില്ല, ആ ഒരു വീഡിയോ മാത്രമെല്ലാമാണ് നിങ്ങൾ പ്ലേ ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഇവിടെ ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു വീഡിയോ അത് പ്ലേ ആയതിനു ശേഷം അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ എല്ലാം ഓട്ടോമാറ്റിക്കായി പ്ലേ ആകും. അതിനാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്ന് ഓഫ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡാറ്റ ലോസേജ് എല്ലാം ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് അടുത്ത വീഡിയോ പ്ലേ ആകുകയില്ല. ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു വീഡിയോ മാത്രമാണ് പ്ലേ ആകുക. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്